സർവം ഖല്ലിതുമേവാഹം നാന്യദസ്തി സനാതനം. വേദോക്തമായ മന്ത്രം. പണ്ടൊരിക്കൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്വർഗാരോഹണത്തിന് ശേഷം ഋഷിമാരെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഒരു സഭയിൽ വെച്ച് ആലോചന തുടങ്ങി. ഭഗവാൻ ശ്രീകൃഷ്ണൻ അന്തർധാനം ചെയ്തു ലോകത്തുനിന്ന്. ഇനി കലികാലമാണ് വരാൻ പോകുന്നത്. കലികാലത്തിൽ അനവധി ദുരിതാദി ദുഃഖങ്ങളും ഉണ്ടാവും. അതിന് രക്ഷപ്പെടാൻ, കലിയിൽ നിന്ന് രക്ഷപ്പെടാൻ വളരെ പ്രയാസമാണ്. അതുകൊണ്ട് ഏത് തരത്തിലാണ് കലി ബാധിക്കാതെ ഇരിക്കാനുള്ള മാർഗമെന്ന് ആരാഞ്ഞു, പരസ്പരം പറഞ്ഞു. അപ്പോഴേ ചിലർ പറഞ്ഞു, നമുക്ക് ബ്രഹ്മാവിൻ്റെ അടുത്ത് പോയി ചോദിക്കാം. ബ്രഹ്മാവിൻ്റെ അടുത്ത് അങ്ങനെ എല്ലാവരും ചെന്നു ബ്രഹ്മാവിനോട് ചോദിച്ചു. ബ്രഹ്മാവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊരു ചക്രം തരാം, അതായത് നേമി. ആ നേമി ചക്രം ഏതെങ്കിലും ഒരു പുണ്യപ്രവാഹിനിയുടെ തീരത്ത് ഉരുട്ടുക. അങ്ങനെ ചക്രം, ഈ നേമി ഉരുണ്ട് അതിൻ്റെ ഭ്രമണശക്തി നശിച്ച് ഏതൊരു സ്ഥലത്താണോ വീഴുന്നത് അവിടെ പുണ്യസ്ഥലമായിരിക്കും. അങ്ങനെ അവിടെ വെച്ച് നിങ്ങളെ ആദിപരാശക്തി ദേവി മഹാമായയെ സേവിക്കുക, അല്ലാതെ മറ്റൊരു മാർഗവും കലിയിൽ നിന്ന് രക്ഷപ്പെടാനില്ല എന്ന് ബ്രഹ്മാവ് അരുളി ചെയ്തു. ഋഷിമാരപ്രകാരം ബ്രഹ്മാവിൻ്റെ കയ്യിൽ നിന്ന് നേമിയും, അതായത് ചക്രം, വാങ്ങി നേരെ ഗോമതി തീരത്ത് വന്നു. അവിടെ നിന്ന് ഈ നേമി ഉരുട്ടി, അതിശക്തമായിട്ട് ഉരുട്ടി. അങ്ങനെ ഈ ചക്രം ഉരുണ്ട് കുറേ ദൂരം ചെന്ന് അതിൻ്റെ ഭ്രമണശക്തി കഴിഞ്ഞു അവിടെ വീണു. ആ നേമി വീണ സ്ഥലത്തേക്ക് നൈമിശാരണ്യം, നേമി വീണതുകൊണ്ട് നൈമിശാരണ്യം എന്ന പേര് വന്നു. അവിടെ വെച്ച് ഋഷിമാരെല്ലാവരും മഹാദേവിയെ നന്നായിട്ട് സേവിച്ചു, അമ്മയെ സേവിച്ചു. അവിടെ വെച്ച് അമ്മയ്ക്ക് മഹായജ്ഞങ്ങൾ നടത്തി. അപ്രകാരം വേണ്ടും വണ്ണമുള്ള നൈവേദ്യങ്ങളൊക്കെ വെച്ചു. ദീപങ്ങൾ, അലങ്കാരങ്ങൾ വെച്ചു. അഗ്നി ജ്വലിപ്പിച്ചു. ലക്ഷദീപം പോലെയുള്ള അനേകം ദീപങ്ങൾ തെളിയിച്ചു. ദേവിയെ പ്രസാദിപ്പിച്ചു. ദേവി പറഞ്ഞു അവരോട്, നിങ്ങൾക്ക് ഇനി ഭയമൊന്നും വേണ്ട. ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് എൻ്റെ നാമം ജപിച്ച് നിങ്ങൾ എന്നെ ധ്യാനിച്ച് എൻ്റെ ഓർമ്മയിൽ നിന്ന് കഴിഞ്ഞാൽ ആ ഭാഗത്തൊന്നും കലിയുടെ പരാക്രമം ഉണ്ടാവില്ല, കലി ബാധിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ ദേവീ സാന്നിധ്യം ഉള്ള സ്ഥലത്ത്, എൻ്റെ സാന്നിധ്യം, ഞാൻ ആദിപരാശക്തിയാണ്, എല്ലാത്തിനും ഉപരിയാണ്. ആദിപരാശക്തിയുടെ ശക്തി കൊണ്ടാണ് 3 ത്രിമൂർത്തികളും അവരവരുടെ ജോലികൾ നിർവഹിക്കുന്നത്. ബ്രഹ്മാവ് സൃഷ്ടി നടത്തുന്നത് ആദിപരാശക്തിയുടെ അനുഗ്രഹം കൊണ്ടാണ്. അപ്രകാരം വിഷ്ണു സ്ഥിതി പരിപാലനം ചെയ്യുന്നതും ശിവൻ സംഹാരമൂർത്തിയായിട്ട് വിളങ്ങുന്നതും സംഹാരശക്തിയും ശിവനിലുള്ള അതും ആദിപരാശക്തിയായ ദേവിയുടെ ശക്തിയാണ് എന്ന് ഋഷിമാർ എല്ലാവരും കൂടി മനസ്സിലാക്കി. അമ്മ പറഞ്ഞു, പിന്നെ ഇതിന് ഉദാഹരണമായിട്ട് എല്ലാ വസ്തുക്കളിലും ഞാൻ നിറഞ്ഞിരിക്കുകയാണ്. നാന്യദസ്തി സനാതനം. എവിടെയെല്ലാം നാശമില്ലാത്തൊരു വസ്തു ഉണ്ടോ അത് ഞാനാകുന്നു. മറ്റുള്ളതിനെല്ലാം നാശമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്നെ സേവിച്ച നിങ്ങൾക്കെല്ലാവർക്കും കലിയിൽ നിന്ന് മുക്തരാവാൻ കഴിയും പറഞ്ഞു. അങ്ങനെ ഒരിക്കൽ വിഷ്ണുവും ബ്രഹ്മാവും തമ്മിൽ ഒരു വാഗ്വാദം നടന്നു. ബ്രഹ്മാവ് പറഞ്ഞു, ഞാനാണ് നിന്നെക്കാട്ടും വലിയവൻ, നീ സ്ഥിതി പരിപാലനം മാത്രമേ നിനക്കുള്ളൂ. ഞാൻ ഈ വിശ്വത്തെ മുഴുവൻ സൃഷ്ടിക്കുന്നതൊക്കെ ഞാനാണ്, സൃഷ്ടികർത്താവാണ് ഞാൻ, നിനക്കതിനുള്ള കഴിവില്ല എന്ന് പറഞ്ഞു. വിഷ്ണു പറഞ്ഞു, നീ എൻ്റെ പൂക്കളിൽ നിന്നുള്ള താമരയിൽ വളർന്നതാണ്. എനിക്ക് എത്ര ശക്തിയുണ്ടോ ആ ശക്തിയിൽ നിന്നാണ് നീ ജനിച്ചത്. നീ സൃഷ്ടി ചെയ്യുന്നതെല്ലാം എൻ്റെ കഴിവുകൊണ്ടാണ്. ഞാൻ നിന്നെക്കാട്ടിലും വലിയവനാണ് എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അവിടെ വലിയ ഒരു ലിംഗം പ്രത്യക്ഷമായി, ശിവലിംഗം. അതിൽ നിന്ന് ഭഗവാൻ മഹാദേവൻ ആവിർഭവിച്ചു. പറഞ്ഞു, നിങ്ങൾ 2 പേരും വഴക്കിടുന്നത് ശരിയല്ല. നിങ്ങൾ 2 പേരിലും ആരാണ് അതിശക്തവാൻ
എന്ന് ഞാൻ പറയാം എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഈ ശിവലിംഗത്തിൻ്റെ മുകളിലേക്ക് ഒരാൾ പോവുക, താഴെ ഭാഗത്തേക്ക് ഒരാൾ പോവുക. താഴെ ഇതിൻ്റെ അവസാനം എവിടെയാണ് ശിവലിംഗത്തിൻ്റെ അടിസ്ഥാനമെന്ന് കാണുക. മുകളിൽ ശിവലിംഗത്തിൻ്റെ അധോഭാവം, ഉയർന്ന ഏറ്റവും ഉയരത്തിൽ എവിടെയാണ് ശിവലിംഗം അവസാനിക്കുന്നത് എന്ന് തിരഞ്ഞ് കണ്ടുപിടിക്കാൻ വിട്ടു രണ്ടുപേരും. അങ്ങനെ ബ്രഹ്മാവ് മുകളിലേക്ക് പോയി, മഹാവിഷ്ണു താഴേക്കും പോയി. മഹാവിഷ്ണു തിരഞ്ഞ് നമ്മടുത്തു. ഇതിൻ്റെ താഴ്ഭാഗം കാണുന്നില്ല ശിവലിംഗത്തിൻ്റെ. ബ്രഹ്മാവ് മേലെ പോയി അനേകം സഞ്ചരിച്ചു. എവിടെ ചെന്നാലും ശിവലിംഗത്തിൻ്റെ അഗ്രം കാണാൻ കഴിയുന്നില്ല. അങ്ങനെ ബ്രഹ്മാവ് കുഴങ്ങി. ബ്രഹ്മാവിൻ്റെ അഹങ്കാരം അതോടുകൂടി കുറേ ശ്രമിച്ചു. ബ്രഹ്മാവ് വിചാരിച്ചു, ഇനിയിപ്പോൾ ഇത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പ്രയാസമാണ്, കണ്ടു എന്ന് പറഞ്ഞ് തിരിച്ചു പോരാം എന്ന് വിചാരിക്കുമ്പോൾ അതിലെ മുകളിൽ നിന്ന് ഒരു കേതക്കിപ്പൂവ് അങ്ങനെ താഴത്തേക്ക് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. ചോദിച്ചു കേതക്കിപ്പൂവിനോട്, കേതക്കിപ്പൂവേ, ഈ ശിവലിംഗത്തിൻ്റെ അഗ്രം ഏറ്റവും ഉയർന്ന തലം എവിടെയാണ്, ഇനി എത്ര പോകണം ഇവിടുന്ന്? അപ്പോൾ കേതക്കിപ്പൂ ഇത് ഇവിടെ അവൻ കൊണ്ട് അവസാനിക്കുകയാണ്, സ്വല്പം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവസാനിച്ചു. സത്യമാണോ നീ പറയണത്? അതെ, ഞാൻ സത്യമാണ് പറയണത്. ബ്രഹ്മാവ് കീഴ്പോട്ടിറങ്ങി മഹാദേവൻ്റെ അടുത്ത് വന്നു. വിഷ്ണു വന്നിട്ടില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ വിഷ്ണുവും വന്നു. വിഷ്ണുവിനോട് ചോദിച്ചു, അടിഭാഗം കണ്ടു ചോദിച്ചു. വിഷ്ണു ഭഗവാൻ പറഞ്ഞു, ഞാൻ കണ്ടില്ല, എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല ഇതുവരെ, ഞാൻ കുറേ നോക്കി, സാധ്യമല്ല ശിവലിംഗത്തിൻ്റെ അടിഭാഗം കാണാൻ. ബ്രഹ്മാവിനോട് ചോദിച്ചോ, നീ ശിവലിംഗത്തിൻ്റെ ഊർധ്വഭാഗം, മുകൾ ഭാഗം കണ്ടുവോ, അറ്റം കണ്ടോ? ഞാൻ കണ്ടു, ഞാൻ പോയിട്ട് ഇപ്പോൾ അതൊക്കെ കണ്ടുവരികയല്ലേ. അപ്പോൾ ആരാണ്, എന്തെങ്കിലും സാക്ഷി, നീ കണ്ടതായിട്ട് ആരെയും കണ്ടവരുണ്ടോ? നീ കളവ് പറയല്ലേ എന്ന് ചോദിച്ചു ബ്രഹ്മാവിനോട് ശിവൻ. അപ്പോൾ അല്ലല്ല, ഇതാ മുകളിൽ നിന്നൊരു കേതകിപ്പൂതാ വരുന്നു, താഴേക്ക് വരുന്നു, അതിനോട് ചോദിക്കാൻ പറഞ്ഞു. കേതകിപ്പൂവിനോട് ശിവഭഗവാൻ ചോദിച്ചു, ഈ ശിവലിംഗത്തിൻ്റെ ഭാഗം, ഉയർന്ന ഭാഗം, മുകളിലേക്കുള്ള ഭാഗം നീ കണ്ടിട്ടുണ്ടോ ചോദിച്ചു. ഓ, ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ ബ്രഹ്മാവിനും കാണിച്ചു കൊടുത്തല്ലോ, ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരികയാണ്. ശിവന് കോപം വന്നു. ശിവൻ പറഞ്ഞു, ഇനി കേതകിപ്പൂവായ നിന്നെ ഞാൻ എൻ്റെ പൂജയിലേക്ക് എടുക്കില്ല, നീ കളവ് പറഞ്ഞത് കൊണ്ട് എന്ന് പറഞ്ഞ് അന്ന് ബ്രഹ്മാവിന് അതുവരെ ആ സമയത്തൊക്കെ പഞ്ചാനന ബ്രഹ്മന എന്നായിരുന്നു. ജാമ്പവൻ പറയുന്നുണ്ട്, പഞ്ചാനന ബ്രഹ്മന, 5 മുകളിലുള്ള ബ്രഹ്മാവിനെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ ശിവന് ദേഷ്യം പിടിച്ച് ആ കളവ് പറഞ്ഞ നാവ് ഏത് തലയിലാണോ ആ തല നുള്ളിക്കളഞ്ഞു. അങ്ങനെ ബ്രഹ്മാവ് നാൻമുഖനായി. അപ്പോൾ ദേവി ആദിപരാശക്തിയുടെ പ്രഭാവം കൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടായത്. അപ്പോൾ ദേവി ആരിൽ നിന്ന്, നമ്മളെല്ലാവരും ഭഗവതിയുടെ മായാപ്രപഞ്ചത്തിൽ മായയിൽ നിന്ന് മുക്തരാവുന്നില്ലയോ? നമ്മളെല്ലാം മുക്തരാവേണ്ടവരാണ്. എന്നാലും മുക്തരാവാൻ ശ്രമിക്കാതെ നമ്മൾ ഈ ജീവിതം ഇങ്ങനെ നടന്നാൽ നമുക്ക് മായാതീതന്മാരാവാൻ പറ്റില്ല. മായയെ അതിവർത്തിക്കാൻ ആർക്കും സാധിക്കില്ല. അതിന് ദേവിയെ തന്നെ സ്തുതിക്കണം, ദേവിയെ തന്നെ ശരണപ്രാപ്തി ചെയ്യണം. അതേപ്രകാരം മറ്റൊരു കേനോപനിഷത്ത് കഥ, കേനോപനിഷത്തിലെ കഥ ഇപ്രകാരമാണ്. പണ്ട് ദേവന്മാരും അസുരന്മാരുടെ ഗംഭീര യുദ്ധം ഉണ്ടായി. അതിന് മുൻപും അനവധി യുദ്ധം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ യുദ്ധം ചെയ്ത് ദേവന്മാർ ചിലപ്പോൾ തോൽക്കും, ചിലപ്പോൾ അസുരന്മാർ തോൽക്കും. അങ്ങനെയായി ദേവന്മാർ ചെന്നിട്ട് ബ്രഹ്മത്തെ തപസ് ചെയ്തു. ബ്രഹ്മം പറഞ്ഞു, നിങ്ങൾ യുദ്ധത്തിന് പോയിക്കോളും, ഞാൻ ഒപ്പമുണ്ട്, നിങ്ങൾക്ക് ജയം ഉറപ്പാണ്. അങ്ങനെ ദേവാസുര യുദ്ധം ഉണ്ടായി. ദേവാസുര യുദ്ധത്തിൽ ദേവന്മാർ ജയിച്ചു. അങ്ങനെ തൻ്റെ ദേവലോകത്ത് വന്ന് ഇന്ദ്രനടക്കം അവർ അഹങ്കരിച്ചു നിന്നു. അഹങ്കാരം കൂടുതലായപ്പോൾ അവിടെ ഒരു യക്ഷൻ പ്രത്യക്ഷമായി. യക്ഷൻ ആരാണ് അവിടെ വന്നത്, എന്തിനാണ് വന്നതെന്ന് യക്ഷനെ കണ്ടപ്പോൾ ദേവേന്ദ്രൻ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ആദ്യം അഗ്നിയോട് പറഞ്ഞു, അഗ്നിമേളെ പുരോഹിതം യജ്ഞസ്യ ദേവമൃത്യുജം ഹോതാരം രത്നധാതമർഗ്വേദത്തിലെ ആദ്യത്തെ മന്ത്രമാണ്. അഗ്നി സാധാരണ അഗ്നിയല്ല, ജ്ഞാനമാകുന്ന അഗ്നിയാണ്, ജ്ഞാനാഗ്നിയാണ്. പക്ഷേ അഗ്നിക്കും വായുവിനൊന്നും ചേതനത്വമില്ലാത്ത പഞ്ചഭൂതങ്ങളിൽപ്പെട്ടതാണ്. അങ്ങനെ അഗ്നി ചെന്ന് നേരെ പോയി ചോദിച്ചു യക്ഷൻ്റെ അടുത്ത്, എന്താ നിങ്ങളിവിടെ വന്നത്? അപ്പം നീ ആരാണ് ചോദിച്ചു.
അപ്പോൾ ഞാൻ അഗ്നിയാണ്. എന്താ നിൻ്റെ ശക്തി? നിനക്ക് എന്ത് ശക്തിയുണ്ട്? അപ്പോൾ അഗ്നി പറഞ്ഞു അഹങ്കാരത്തോടു കൂടി, ഞാൻ ഈ ലോകമെല്ലാം ഒരു സെക്കൻഡ് കൊണ്ട് കത്തി ചാമ്പലാക്കും. അതിനുള്ള കഴിവ് എനിക്കുണ്ട്. ഞാൻ ജാതവേദസാണ്. ഹോമാഗ്നിയിലൊക്കെ ഞാനാണുള്ളത്. ഓ, നിനക്ക് അത്ര ശക്തി ഉണ്ടോ? എന്നാൽ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞൊരു പുൽക്കൊടി, ഉണങ്ങിയ പുൽക്കൊടി എടുത്തു കൊടുത്തു. യക്ഷൻ അഗ്നിയുടെ കയ്യിൽ. അഗ്നി അതിനോട് പറഞ്ഞു ഇത് കത്തിക്കാൻ പറഞ്ഞു. അഗ്നി എത്ര ശ്രമിച്ചിട്ടും ആ പുൽക്കൊടി കത്തിക്കാൻ സാധിക്കുന്നേയില്ല. തോറ്റു മടങ്ങി. അഗ്നിദേവൻ മടങ്ങി തിരിച്ചു വന്ന് വീണ്ടും അടുത്ത വായുദേവനെയാണ് ദേവേന്ദ്രൻ വിടുന്നത്. ദേവേന്ദ്രൻ അവിടെ ചെന്ന് ചോദിച്ചു യക്ഷനോട്. അപ്പോൾ യക്ഷൻ ചോദിച്ചു, നീ ആരാണ്? അപ്പോൾ ഞാൻ വായു ആണോ? നിനക്ക് എന്ത് ശക്തിയുള്ളതെന്ന് ചോദിച്ചു. എൻ്റെ ശക്തിയോ? ഞാൻ വായു ആണെന്ന് പറഞ്ഞില്ലേ. എന്നെക്കാൾ ശക്തി ലോകത്തിൽ ആർക്കാളുള്ളത്? ഞാൻ സെക്കൻഡിൻ്റെ ഉള്ളിൽ ലോകം മുഴുവൻ ആഞ്ഞടിച്ച് വീശി തകിടം മറിക്കുമ്പോൾ ലോകത്തിന് അത്ര ശക്തി എനിക്കുണ്ടാകും. അപ്പോൾ യക്ഷൻ ഈ പുൽക്കൊടി വീണ്ടും എടുത്ത് വായുവിൻ്റെ കയ്യിൽ കൊടുത്തു. എന്നാൽ ഈ പുൽക്കൊടി ഒന്ന് പറത്തിക്കുന്നു. വായുദേവൻ കഴിയുന്നത്ര തൻ്റെ ശക്തി മുഴുവൻ ഉപയോഗിച്ചിട്ടും പുൽക്കൊടിയെ ഇളക്കാൻ പോലും സാധിച്ചില്ല. വഷളനായി വിഷണ്ണനായി തോറ്റു മടങ്ങി നേരെ ഇന്ദ്രദേവൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു. ഇന്ദ്രൻ പറഞ്ഞു, ഇനി ആരാ പോവാനുള്ളത്? നിങ്ങൾ രണ്ടുപേരും തിരിച്ചു വന്നല്ലോ. അപ്പോൾ ദേവന്മാരെല്ലാവരും കൂടി ചേർന്ന് പറഞ്ഞു, ഇനി അങ്ങ് തന്നെ പോയി നേരിട്ട് ചോദിച്ചാലും യക്ഷനോട്. അപ്പോൾ യക്ഷൻ എന്നാൽ ആൾ ബ്രഹ്മമാണ്. നാമരൂപാദികളില്ലാത്ത ആദിമധ്യാന്തവിഹീനമില്ലാത്ത അങ്ങനെയുള്ള ബ്രഹ്മസ്വരൂപനാണ് എന്നുള്ളത് ഇവർക്കാർക്കും അറിയില്ല. അങ്ങനെ ദേവേന്ദ്രൻ ചെന്നു യക്ഷനോട് ചോദിക്കാനായിട്ട്. അപ്പോഴേക്ക് യക്ഷൻ മറഞ്ഞു കഴിഞ്ഞു. പിന്നീട് അവിടെ പ്രത്യക്ഷപ്പെട്ട ഒരു മനോഹര രൂപിയായിട്ടുള്ള ഒരു യൗവനയുക്തയായിട്ടുള്ള ഒരു മനോഹരി ആണ് അവിടെ പ്രത്യക്ഷമായത്. മോഹിനി, മഹാസുന്ദരി. അപ്പോൾ ചോദിച്ചു, നിങ്ങളാരാന്ന് ചോദിച്ചു. അപ്പോൾ യക്ഷൻ പറഞ്ഞു, ഞാൻ ദേവേന്ദ്രനാണ്. അങ്ങയെ എനിക്ക് മനസ്സിലായില്ലല്ലോ. അപ്പോൾ ഞാൻ ഉമയാകുമെന്ന് പറഞ്ഞു. ഉമ ആദിപരാശക്തി, ഞാനാണ് ഇതെല്ലാം ഇവിടെ വന്ന് പരീക്ഷിച്ചത്. എൻ്റെ രൂപത്തിലാണ്. നിങ്ങളുടെ അഹങ്കാരം തീർക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ എന്ന് പറഞ്ഞു. ദേവന്മാരുടെ അഹങ്കാരവും ആ മായയിൽപ്പെട്ട് വലയുന്നതും അതോടുകൂടി അവസാനിച്ചു. നാരദൻ ഒരിക്കൽ സ്ത്രീയായി, പിന്നീട് കുരങ്ങനായി. അത് അങ്ങനെയുള്ള പല കാര്യങ്ങളും ദേവിയുടെ മഹാമായയിൽപ്പെട്ടിട്ട് പലരും കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള മഹാമായയിൽ നിന്ന് രക്ഷ പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ദേവിയെ, നമ്മുടെ മഹാശക്തി സ്വരൂപിണിയെ ആരാധിക്കണം. ഉത്തമ പൂജയാണ് ദേവിക്ക് വളരെ ഇഷ്ടപ്പെട്ടത്. ദേവി അതിനുശേഷം ദേവി മഹാത്മ്യത്തിൽ, ദേവി ഭാഗവതത്തിലൊക്കെ ഈ പറഞ്ഞതൊക്കെ ഉണ്ട്. അങ്ങനെ ദേവി അനേകം ദുഷ്ടന്മാരെ നിഗ്രഹിച്ചു. ചണ്ടമുണ്ടന്മാരെ, സുംബനിസുംബന്മാരെ എന്ന് തുടങ്ങി അനവധി ദാരികവധം നടത്തി. മഹിഷാസുരമർദ്ദിനിയായി. അങ്ങനെ അനവധി അവസരങ്ങൾ പിന്നെ ദേവിയുടെ രൂപത്തിലുണ്ട്. ദേവി പല രൂപത്തിൽ ഭൂമിയിൽ അവതരിച്ചു പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അങ്ങനെ നിരവധി അസുരന്മാരെ കൊന്നു. അവസാനം ഒരസുരൻ ഉണ്ടായിരുന്നു. ദേവിയെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു വന്നു. ദേവിയുടെ ത്രിപുരസുന്ദരി രൂപം കണ്ടിട്ട് മോഹിതനായി. അവൻ്റെ പേരാണ് രക്തബീജാസുരൻ. രക്തബീജാസുരന് ഉണ്ടായിരുന്നു. ആരാണെങ്കിലും രക്തബീജനുമായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു തുള്ളി രക്തം ഭൂമിയിൽ വീണാൽ ഒരു തുള്ളി രക്തത്തിൽ നിന്ന് ആയിരക്കണക്കിന് രക്തബീജന്മാർ ഉത്ഭവിക്കും. അങ്ങനെ കോടിക്കണക്കിന് രക്തബീജന്മാർ ദേവിയുമായിട്ടുള്ള യുദ്ധത്തിൽ ഉണ്ടായി. ദേവി സഹിക്കട്ടു. ഇനി എന്തു വേണമെന്ന് വിചാരിച്ചു. ഇവൻ ഇത്ര വലിയ വരം വാങ്ങിച്ചതായിട്ട് ആണല്ലോ, ഇനിയിപ്പോൾ എന്തു ചെയ്യും? അവസാനം ദേവി എല്ലാത്തിനും ഭഗവതിയുടെ അടുത്ത് അതിന് പോംവഴികളുണ്ട്. ഭഗവതി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രക്തബീജാസുരൻ്റെ ശരീരത്തിൽ നന്നായിട്ട് വാളെടുത്ത് വെട്ടി രക്തം പുറത്തേക്ക് വന്നു. ആ രക്തമെല്ലാം ഭഗവതി നാക്ക് നീട്ടി കുടിച്ചു. ഒരു തുള്ളി പോലും ശരീരം ഭൂമിയിൽ വീഴാത്തതുപോലെ ദേവി കുടിച്ചു. അങ്ങനെ രക്തബീജാസുരനെ ഇല്ലായ്മ ചെയ്തു. നമ്മളെ
ദേവി ഭാഗവതത്തിൽ പറയാറുണ്ട്, യാ ദേവി സർവഭൂതേഷു ശക്തിരൂപേണ സംസ്ഥിത, ബുദ്ധിരൂപേണ സംസ്ഥിത, മേധാരൂപേണ സംസ്ഥിത. ഏത് രൂപം എടുത്ത് നോക്കിയാലും ദേവിയുടെ രൂപമാണത്. ദേവിയല്ലാതെ മറ്റൊന്നും ഈ ലോകത്തിലില്ല. അതുകൊണ്ട് ദേവിയെ പ്രീതിപ്പെടുത്തുന്നത് ആരാണോ അവർക്ക് സർവമംഗലവും ഈ ജീവിതത്തിൽ ലഭിക്കും. സർവമംഗളമംഗല്യെ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ദേവി നാരായണി നമസ്തുതേ. യാ ദേവി സർവഭൂതേഷു ഭ്രാന്തിരൂപേണ സംസ്ഥിത. ഇത്രയും പറഞ്ഞു അവസാനം പറയുന്നു, യാ ദേവി സർവഭൂതേഷു ഭ്രാന്തിരൂപേണ സംസ്ഥിത. ഭ്രാന്തി രൂപത്തിൽ നിൽക്കുന്നതും ഞാൻ തന്നെയാണെന്ന് പറഞ്ഞത്. യാ ദേവി സർവഭൂതേഷു ശവരൂപേണ സംസ്ഥിത. ശവരൂപത്തിൽ, അതായത് ശിവം പോയാൽ ശവം, ശിവം എന്നാൽ ബ്രഹ്മം, ആദിപരാശക്തി സ്വരൂപിണി. അത് പോയാൽ ഇതെല്ലാം ഒന്നുമില്ലാതെയാണ് അവസ്ഥയിലെത്തിച്ചേർന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള യാ ദേവി സർവഭൂതേഷു ലജ്ജാരൂപേണ സംസ്ഥിത. ലജ്ജാരൂപേണ, ഇങ്ങനെയെല്ലാം പല വിധത്തിൽ എന്തെല്ലാം ഈ ഭൂമിയിൽ കാണുന്നോ സകലവും സർവം ഖലിതുമേവാഹം നാന്യതാസ്തി സനാതനം. ഞാനല്ലാതെ സ്ഥിരമായിട്ട് ഇവിടെ നശിക്കാത്തൊരു വസ്തു ഒന്നുമില്ല. എന്നിൽ നിന്നാണ് ഈ ഭൂമി മുഴുവൻ, പാതാളം, സ്വർഗം, ഇതെല്ലാം വിശ്വം മുഴുവൻ ഉണ്ടായതെന്ന് ദേവി പറയാണ്. അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സുദുർലഭ. നമ്മളെ ഉള്ളിൽ തന്നെയാണ് ദേവി കുടികൊള്ളുന്നത്. അന്തർമുഖം, നമ്മൾ ഉള്ളിലേക്ക് നോക്കുമ്പോഴാണ്, ഉള്ളിലേക്ക് ശ്രദ്ധിക്കുമ്പോഴാണ് ഭഗവതി പ്രസാദം ഉണ്ടാവുന്നത്. പുറത്തു നിന്ന് പറയുന്നത് മാത്രമല്ല, അഷ്ടാംഗയോഗത്തിൽ കൂടെ പിന്നെ നിയമം ആസനം പിന്നെ തുടങ്ങിയിട്ടുള്ള ഇന്ദ്രിയ നിഗ്രഹം പിന്നെ പറയണു യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി ഇത്യാദി രൂപങ്ങളിലൂടെ സാധിക്കില്ലെങ്കിൽ ദേവിയെ നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ പ്രത്യക്ഷമാക്കാനുള്ള എല്ലാ വഴികളും നോക്കുക. ഇത്രയും പറഞ്ഞു വന്നെന്താ വെച്ചാൽ ദേവിയുടെ ശക്തി സ്വരൂപിണിയായ ഭഗവതിയുടെ രൂപം, അനുഗ്രഹം നമുക്കെല്ലാവർക്കും കിട്ടാൻ തോട്ടേക്കാട്ട് ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ വൃശ്ചികം 1 ഒരു മഹായജ്ഞം നടക്കുകയാണ്. നൈമിഷാരണ്യത്തിലെ അനേകം ദീപങ്ങൾ കത്തിച്ച് വെച്ച് പൂജാവിധികളെല്ലാം ചെയ്ത് പ്രത്യക്ഷമായി എല്ലാ ഋഷിമാരെയും അനുഗ്രഹിച്ചതുപോലെ നമുക്കെല്ലാ ഭക്തന്മാർക്കും അനുഗ്രഹം ചൊരിയുമാറ് നമ്മളെല്ലാവരും അവരവരുടെ പരമാവധി യജ്ഞസമർപ്പണം ചെയ്യുക. ശരീരം കൊണ്ട്, മനസ്സുകൊണ്ട്, വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ടൊക്കെ എല്ലാ തരത്തിലും ഈ മഹായജ്ഞത്തിൽ നമ്മുടെ സമർപ്പണം ഉണ്ടായിരിക്കണം. എല്ലാവരും തങ്ങളാൽ കഴിയുന്ന എത്ര സഹായം, എത്ര സമർപ്പണം ചെയ്യാൻ കഴിയുമോ അത്രയും ഭഗവതി എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഓം ശ്രീ മഹാദേവിയേ നമഃ.